നമുക്ക് സെൻസസില് സെൽഫ് എന്യൂമറേഷൻ ഓരോരുത്തരുടെ വ്യക്തിത്വ വിവരങ്ങൾ എങ്ങനെയാണ് നൽകുന്നത് എന്ന് നോക്കാം. ആദ്യം നമ്മളെ മൊബൈലില് സെൻസസിന്റെ വ്യക്തിത്വ വിവരങ്ങൾ നൽകുന്ന സൈറ്റിൽ പ്രവേശിക്കുക. അങ്ങനെ സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന് ലിങ്കാണ് se.census.gov.in എന്ന സൈറ്റ്. അതിനകത്ത് നമ്മൾ പ്രവേശിക്കുന്നതോടുകൂടി നമുക്ക് ആ പ്രസ്തുത സൈറ്റ് വരും. അതിനകത്ത് ആദ്യം സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് താഴെ ഒരു ക്യാപ്ഷ കോഡ് കാണാം. HNNQWN ക്യാപ്ഷ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇതിനകത്ത് നമ്മൾ ഇതിനൊക്കെ വെൽക്കം ചെയ്യാണ്. ഇതിനകത്ത് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്ന ID കാര്യങ്ങളൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്ത് ലഭിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൗസ് ഹോൾഡിന്റെ പേര് ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. കുടുംബനാഥന്റെ പേരാണ് ചോദിക്കുന്നത്. കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിപ്പോ നമ്മളൊക്കെ വീട്ടിൽ പല ആൾക്കാരും വീട്ടില് ഹസ്ബൻഡ് ഒക്കെ അതായത് ഒരു വീട്ടിലെ ആരെയും കുടുംബനാഥനായിട്ട് ചേർക്കാം. അപ്പൊ അച്ഛന് ഇപ്പൊ വാപ്പ ഒക്കെ ഗൾഫിലാണെങ്കിൽ ഗൾഫേരുണ്ടെങ്കിൽ ഗൾഫേര ഒരു കാരണവശാലും നമ്മൾ അതിനകത്ത് ചേർക്കേണ്ടതില്ല. ഗൾഫേരുടെ വിവരങ്ങൾ ഡാറ്റാസ് ഗവൺമെന്റ് കയ്യിൽ കൃത്യമായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫിലുള്ള പ്രവാസികളായ ആളുകളെ അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഈ ജൂലൈ മാസം 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അവരിൽ ആരെങ്കിലും ഒരാളായിരിക്കണം ഹൗസ് ഹോൾഡ്. അധികം ഇപ്പൊ അമ്മമാരുടെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ആരാണോ ഒരാളുടെ പേര് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അവരുടെ പേര് കൊടുക്കുന്നു. ഫോൺ നമ്പർ ഇമെയിൽ ID നിർബന്ധമല്ല, ഓപ്ഷണൽ ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ മൊബൈൽ അടിക്കുന്നതോടുകൂടി OTP വരും. ആ OTP ആണ് നമ്മൾ അടിച്ചു കൊടുക്കണം. അതിന് മുമ്പ് നമ്മൾ ഭാഷ സെലക്ട് ചെയ്യണം. മലയാളം നമ്മൾ സെലക്ട് ചെയ്യുക. ഭാഷ ഒരിക്കൽ സെലക്ട് ചെയ്യപ്പെട്ട ഭാഷ പിന്നെ മാറ്റാൻ കഴിയില്ല. ആ ഭാഷയിലാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. അങ്ങനെ OTP വെരിഫൈ ചെയ്യുക. OTP വെരിഫൈ ചെയ്തതിനു ശേഷം ഇതിനകത്ത് കണ്ടോ താങ്കളുടെ SCID അതാത് സ്ഥലത്തെ എന്യൂമറേറ്റർക്ക് സ്വീകരിക്കുന്ന നൽകുന്നതിന് മാപ്പിൽ നമ്മളെ വീട് നിൽക്കുന്ന കറക്റ്റ് മാപ്പ് നമ്മൾ അടയാളപ്പെടുത്തണം. വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ വീട് നിൽക്കുന്ന മാപ്പ് ഇതിനകത്ത് അതിന് അടയാളം ഉണ്ടാവും. വീടിന് മുകളിൽ അല്പം നീക്കിയ ശേഷം വീടിന് നേരെ മുകളിൽ കൊടുത്തേക്കണ്ട, നമ്മൾ ഒരു മുറ്റത്തേക്കൊക്കെ വെക്കുന്ന രൂപത്തിൽ ചെയ്യുക. ഓക്കെ, മൊബൈലിലാണ് ചെയ്യണമെങ്കിൽ 2 വിരലുകൾ ഉപയോഗിച്ച് ചുവന്ന ലൊക്കേഷൻ മാർക്കർ താങ്കളുടെ വീടിന്റെ മുകളിലോ വീടിനടുത്തോ വെക്കുക. മാപ്പിൽ വീടിന്റെ കൃത്യമായ സ്ഥാനം കണ്ടെത്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഏകദേശം ആ ഒരു നമ്മളൊരു വീടിന്റെ പരിസരത്ത് ആയാൽ മതി. ഓക്കെ, അടിക്കുക. ജില്ല സെലക്ട് ചെയ്യുക. മലപ്പുറം. നമ്മളെ പിൻകോഡ് ഏതാണെന്ന് വെച്ചാൽ നമ്മളെ സ്ഥലം എവിടെയാണെന്നുള്ളത് ഏകദേശം നമ്മളെ അതിനോടനുബന്ധിച്ചുള്ള ഈ സ്ഥലം കണ്ടെത്തി. ഈ സ്ഥലത്ത് ഇതിനകത്ത് ഏകദേശം നമ്മളെ സ്ഥലം ഏകദേശം കാണാൻ കഴിയും. ഇതിനകത്ത് നമ്മളെ സ്ഥലം എവിടെ വെച്ചിട്ടുണ്ട് അങ്ങടെ ആ സ്ഥലം എന്ത് ചെയ്യുക, നമ്മൾ സ്ഥലം സ്ഥിരീകരിക്കുക, കൺഫേം ആക്കുക. ഓക്കെ, സ്ഥിരീകരിച്ചു. എന്നിട്ട് സേവ് ചെയ്തു. അപ്പം നമ്മൾ സ്ഥലം തിരഞ്ഞെടുത്തതാണ് നമ്മൾ ലൊക്കേഷൻ ഇതിനകത്ത് കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ തുടരണം എന്ന് പറയാം ആ സ്ഥലത്ത്. ഇനി നമ്മൾ ചോദിക്കുന്നത് സെൻസസ് വീടിന്റെ വിശദാംശങ്ങളാണ്. നമ്മുടെ വീടിന് നിർമ്മാണത്തിന് ഉപയോഗിച്ചത് എന്താണ്, വീടിന്റെ തറ എന്താണ് കൂടുതൽ ഉപയോഗിച്ചത്. അപ്പൊ വീട് ടൈൽസ് ആണെങ്കിൽ നമ്മൾ ടൈൽസിന് കൊടുക്കുന്നു. വീടിന്റെ ചുമര് സിമന്റോ ചുണ്ണാമ്പ് ചാന്ത പൂശക്കല്ല്. ഈ സിമന്റോ ചുണ്ണാമ്പ് ചാന്ത പൂശാത്ത കല്ല് അപ്പൊ കല്ല് ഒരു സിമന്റ് നമ്മള് തേപ്പിന് ഉപയോഗിച്ച മെറ്റീരിയൽ അല്ല ചോദിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്, നമ്മളെ ചുമര് പടുക്കുമ്പം നമ്മൾ കല്ലും അല്ലെങ്കിൽ ഇഷ്ടികൊക്കെ വെക്കുമല്ലോ, അപ്പൊ അതിന്റെ അടി സിമെന്റ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ആക്കിയേക്കാണല്ലോ, അതാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വീടുകളാണെങ്കിൽ സിമെന്റോ ചുണ്ണാമ്പ് ചാന്തോ പൂശിയ കല്ല് എന്ന് കൊടുക്കുക.
ഇനി വീടിന്റെ മേൽക്കൂര നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഏതാ? ഓടാണെങ്കിൽ ഓട്, അല്ല വാർപ്പാണെങ്കിൽ വാർപ്പ് എന്നുള്ളത് നമ്മൾ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ കോൺക്രീറ്റ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓടാണെങ്കിൽ അതങ്ങനെ കൊടുക്കുക. ഇനി നമ്മൾ വീട് നല്ല താമസയോഗ്യ നല്ല വീടാണോ, അല്ല ചെറിയ റിപ്പയർ ഒക്കെ ആവശ്യമില്ലാണോ, ചീർണിച്ചതാണോ, നല്ലതാണെങ്കിൽ നല്ലതെന്ന് കൊടുക്കുക. ഓക്കെ, വീണ്ടും മുന്നോട്ട് പോവുക. അത് കഴിഞ്ഞാൽ നമ്മൾ വീടിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ചോദിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇപ്പൊ എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ട്, അതാണ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ മാസം ജൂലൈ 1 മുതൽ 31 വരെ താമസമുള്ള ആളുകൾ, ഗൾഫിലുള്ള ആളുകളെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതില്ല. അതോടൊപ്പം തന്നെ ഗൾഫിലുള്ള ആളുകൾ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് പറയുമ്പോൾ പുറത്ത് പോയി പഠിക്കാൻ പോയ ആളുകളെ ഉൾപ്പെടുത്തണ്ട. പുറത്ത് പറഞ്ഞാൽ ഇപ്പൊ വേറെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അറബിക് കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എൻട്രൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അക്കാഡമിയിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവരവിടെ ഉൾപ്പെടുത്തേണ്ടതില്ല. അത് അവിടെ എണ്ണം. ഗൾഫിലുള്ള ആളുകളുടെ കണക്ക് ഗവൺമെന്റ് കയ്യിൽ ഉണ്ട് താനും. ഓക്കെ, അപ്പൊ കുടുംബത്തിൽ ഇപ്പൊ താമസിക്കുന്നവരുടെ എണ്ണം എത്രയാണ് എഴുതുക. അപ്പൊ നമ്മൾ എണ്ണം എത്രയാന്നുള്ളത് എഴുതുക. കുടുംബനാഥന്റെ പേര് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിനകത്ത് വന്നു. കുടുംബനാഥന്റെ പേര് തിരഞ്ഞെടുത്ത ഭാഷ നമ്മള് നേരത്തെ കുടുംബനാഥന്റെ പേര് ഇംഗ്ലീഷിലാണ് എഴുതിണ്ടാവുക. അപ്പൊ ഇവിടെ കുടുംബനാഥന്റെ പേര് നമ്മൾ മലയാളം തിരഞ്ഞെടുത്തുകൊണ്ട് മലയാളം സെലക്ട് ചെയ്യണം എന്നുള്ള അർത്ഥം. ഓക്കെ, അപ്പൊ അത് എഴുതി. പിന്നെ കുടുംബനാഥന ലിംഗം എഴുതുക. ഷെഡ്യൂൾഡ് കാസ്റ്റ് പട്ടികജാതി പട്ടികവർഗമാണോ? പട്ടികജാതിപ്പെട്ടതാണെങ്കിൽ ഹിന്ദു, സിഖ്, ബുദ്ധ വിഭാഗത്തിൽപ്പെട്ടവരാവണം. അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ടാണെങ്കിൽ അത് ഇതിനകത്ത് ടിക്ക് ചെയ്യുക. വീടിന്റെ ഉടമസ്ഥത സ്വന്തം ആണെങ്കിൽ സ്വന്തം എഴുതണം. പിന്നെ താമസിക്കുന്ന മുറികളുടെ എണ്ണം എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വരാന്ത, കോണിക്കൂട്, സിറ്റ് ഔട്ട്, അടുക്കള, സ്റ്റോർ റൂം ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട്, സ്റ്റോർ റൂം ചെറുതാണെങ്കിൽ നമ്മുടെ ലിവിങ് ഹാള്, ഡൈനിങ് ഹാള്, ബെഡ്റൂംസ് ഇതെല്ലാം നമ്മളകത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ എത്ര ബെഡ്റൂം ഉണ്ട് എന്നുള്ളത് നമ്മൾ അതിനകത്ത് എഴുതണം. ബെഡ്റൂം മാത്രമല്ല ഈ പറയപ്പെട്ട റൂം. എത്ര ഫാമിലി, അതായത് കപ്പിൾസ് താമസിക്കുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിൽ അവിടെ ഭാര്യയും മക്കളും കുട്ടികളും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണ്ട, ഒരു കാരണവശാലും നമ്മള് ഹസ്ബൻഡിന്റെ നമ്പറോടെ കൊടുക്കണം. അപ്പൊ അവിടെ കപ്പിൾസിന് അവിടെ 0 എന്ന് കൊടുക്കണം. അതായത് ഇപ്പൊ വീട്ടിൽ താമസിക്കുന്ന ആളുകള്, അവിടെ ഭാര്യയും ഭർത്താവും ഇപ്പൊ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കപ്പിൾസിന്റെ എണ്ണം കൊടുക്കേണ്ടതുള്ളൂ. 2, 1 എത്ര ആളുണ്ടെന്ന് അത് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ വീട്ടിൽ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നത് കിണറാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പരിസരത്താണ് കുടിവെള്ളത്തിന്റെ സ്രോതസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ, നമ്മുടെ തൊട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ പരിസരത്ത് നടക്കുക. ഇതിനകത്ത് കുടിവെള്ളത്തിന് ശുദ്ധീകരിച്ച പൈപ്പ് വെള്ളം, ശുദ്ധീകരിക്കാത്ത പൈപ്പ് വെള്ളം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ജലനിധിന്റെ വെള്ളമാണെങ്കിൽ ശുദ്ധീകരിച്ച വെള്ളം എടുക്കണം കേട്ടോ. കുഴൽ കിണറാണെങ്കിൽ കുഴൽ കിണർ ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ ഹാൻഡ് പമ്പ് കുറവായിരിക്കും. കുഴൽ കിണറാണ് ഉണ്ടാവുക. അല്ല മുകളിൽ നിന്ന് വെള്ളം വരുന്നത് നമ്മൾ ഉറവാണ് സ്വീകരിക്കണമെങ്കിൽ അത് എഴുതാം. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വെളിച്ചത്തിന്റെ പ്രധാന സ്രോതസ് നമ്മൾ സെലക്ട് ചെയ്യുക. കക്കൂസിന് ലഭ്യ, കുടുംബത്തിന് ഉപയോഗത്തിന് മാത്രം കക്കൂസ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. തുറസായ സ്ഥലമൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് കക്കൂസ് ഇല്ലെങ്കിൽ മാത്രമേ അത് എഴുതാൻ പാടുള്ളൂ. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കക്കൂസിന്റെ തരം, ഫ്ലഷ് വെള്ളം ഒഴിക്കുന്ന കക്കൂസ്, അതായത് നമ്മളെ ഫ്ലഷ് ഉള്ള കക്കൂസാണ്. നമ്മുടെ വീട്ടിലെ വെള്ളം ഫ്ലഷ് ആണല്ലോ, നമ്മുടെ സെപ്റ്റിക് ടാങ്ക് അതിൽ പൈപ്പോട് കൂടിയ സീവർ സിസ്റ്റം അത് നമ്മുടെ നാട്ടിലില്ല. അതായത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷന് ബാത്റൂമിൽ നിന്ന് ടോയ്ലറ്റിൽ നേരെ വേസ്റ്റ് കൊണ്ടുപോകുന്ന പരിപാടിയില്ല. സെപ്റ്റിക് ടാങ്ക് പറഞ്ഞാൽ 3 ലെയറില്. അപ്പൊ പുതിയ വീട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. നമ്മളൊക്കെ ഫ്ലഷിൽ വെള്ളം വയ്ക്കുന്നത് പ്രധാനമായിട്ടും 3ാമത്തതാണ്. നമ്മുടെ നാട്ടില് കക്കൂസാണ് നമ്മള് കരിങ്കല്ലുകൊണ്ടൊക്കെ പടുത്തിട്ട് നമ്മുടെ ടോയ്ലറ്റിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ടുള്ള പരിപാടി മറ്റു സിസ്റ്റത്തിനാണ് ഉൾപ്പെടുക. സെപ്റ്റിക് ടാങ്ക് 3 ലെയർ ഉണ്ടാവും. അത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതാണ്. അത് വളരെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം.
ഓക്കെ, ആ കക്കൂസിന്റെ കാര്യം ഫ്ലഷ് ആണ് കേട്ടോ. അല്ലെങ്കിൽ നേരിട്ട് പഴയ കാലത്തൊക്കെ തൊടുവിൽ വെച്ചിരുന്ന സാധനങ്ങളാണ് താഴെ പറയുന്നത്. അതിപ്പോ നമുക്ക് ആവശ്യമില്ല. എല്ലാ ആളുകളും ഒരു ബാത്റൂമില്ല, ടോയ്ലറ്റ് ഇല്ലാത്ത ആളുകൾ അതൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലാണ്. പിന്നെ നമ്മുടെ വീട്ടില് വേസ്റ്റ് വെള്ളം എന്താ ചെയ്യുന്നത്? മൂടിയ തൊടുവില് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് മൂടിയിട്ടാണെങ്കിൽ അതിക്ക് പറഞ്ഞേക്കാം. തുറന്ന സ്ഥലത്തേക്കാണെങ്കിൽ അത് അങ്ങനെ എഴുതാം. ഡ്രെയിനേജ് ഇല്ലെങ്കിൽ ഓപ്പൺ സ്പേസ് ഒക്കെ വിടുകയാണെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, തുറന്ന ഡ്രെയിനേജ് പറഞ്ഞാൽ നമ്മുടെ സൈഡിൽ കൂടുതൽ അടിച്ചാൽക്കൊക്കെ വിടുന്നതാണെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കുളിമുറി സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ എഴുതാം. LPG കണക്ഷൻ നമുക്കുണ്ടോ? അടുക്കളയിലാണോ? നമുക്ക് അടുക്കള ഉണ്ടോ? LPG കണക്ഷൻ ഉണ്ടോ? പാചകം അടുക്കളയിലാണെങ്കിൽ LPG കണക്ഷൻ ഉണ്ട് എഴുതാം. കണക്ഷൻ ഉണ്ടെങ്കിൽ അടുക്കളയിലല്ല വേറെ റൂമിലാണെങ്കിൽ അത് അങ്ങനെ എഴുതാം. അതിനകത്ത് ശ്രദ്ധിച്ച് കണ്ട് പൂരിപ്പിക്കാം. പിന്നെ വിറകാണോ LPG ആണോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അഥവാ ഏതാണ് ഇന്ധനം ഉപയോഗിക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് അടുത്ത വർഷത്തേക്ക് പോവാം. ഓക്കെ, നമ്മൾ റേഡിയോ കേൾക്കാറുണ്ടോ? ആ ചോദ്യം. അതായത് റേഡിയോ ഉണ്ടോ എന്നല്ല, നമ്മൾ റേഡിയോ പൊതുവെ കേൾക്കാറുണ്ടെങ്കിൽ ഉണ്ട് ചെയ്താൽ നമ്മുടെ മൊബൈലിൽ റേഡിയോ ഉണ്ടാവും, പക്ഷെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഉണ്ട് ചെയ്താൽ അല്ലെങ്കിൽ ഇല്ല. അതുപോലെ നമ്മൾ ടിവിയിൽ കേബിള് ചാനലുകൾ കിട്ടുന്നുണ്ടോ? TV ഉണ്ടോ? ടിവിയിൽ ചാനലുകൾ ഉണ്ടെങ്കിൽ, TV വെറുതെ TV ഉണ്ടാകുന്ന കാര്യമില്ല, നമ്മൾ ടെലിവിഷൻ വ്യൂസ് ചാനൽ ദൂരദർശനോ DTHോ അങ്ങനെ കേബിൾ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്താൽ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് ചെയ്താൽ. ഇന്റർനെറ്റ് മൊബൈലിലായിരിക്കും നമ്മൾ പൊതുവെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്. വൈഫൈ ആണെങ്കിൽ മറ്റേതെങ്കിലും ഉപകരണം എടുക്കുക, അല്ലെങ്കിൽ മൊബൈൽ കൊടുക്കുക. ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുക. ടെലിഫോണ് സ്മാർട്ട് ഫോൺ ആണോ? ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ ലാൻഡ് ഫോണ് സ്മാർട്ട് ഫോൺ മറ്റു നമ്മൾ രണ്ടും ഇതിൽ എടുക്കുക. അല്ല സ്മാർട്ട് ഫോൺ ആണെങ്കിൽ അതങ്ങനെ വെക്കുക. സൈക്കിളും ബൈക്കും ഉണ്ടെങ്കിൽ രണ്ടും സെലക്ട് ചെയ്യുക. സൈക്കിൾ തന്നെ കുട്ടികൾ ഉപയോഗിക്കുന്ന സൈക്കിൾ ആണെങ്കിൽ സൈക്കിൾ ഉൾപ്പെടും കേട്ടോ. ഓക്കെ, കാറ് ജീപ്പ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ സെലക്ട് ചെയ്യുക. അത് നമ്മൾ ഉപയോഗിക്കുന്നതായ മതി, നമ്മൾ സ്വന്തം ആവണമെന്നില്ല. അപ്പൊ നമ്മള് വേറെ ആൾക്കാരെ വണ്ടി നമ്മൾ കൊണ്ടെടുക്കണമെങ്കിൽ നമ്മളാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മതി. നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്ന ധാന്യം അത്, പിന്നെ നമ്മളെ മൊബൈൽ നമ്പർ ഇത് കൂടി കഴിഞ്ഞാൽ നമുക്കിത് സേവ് ആയി. ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ പ്രിവ്യൂ കാണാം കണ്ടോ. ഈ പ്രിവ്യൂ കണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. കണ്ടില്ലേ? കാണാൻ കഴിയും. ഇത് നമുക്ക് ഇത് ഇവിടെ അടിച്ചാല് നമുക്ക് ഈ സ്ഥിരീകരിച്ച് സമർപ്പിക്കുക എന്ന് വന്നാല് HLBന്റെ നമുക്ക് ആ 11 അക്ക നമ്പറും ഒരു H എന്നുള്ള ഡിജിറ്റും ഒരു ലെറ്ററും ഉള്ള ഒരു സെൽഫ് എന്യൂമറേഷൻ ID കിട്ടും. അതോടുകൂടി നമ്മളെ വർക്ക് സിമ്പിൾ ആയിട്ട് പൂർത്തീകരിക്കും. ഒരു 10-12 മിനിറ്റ്. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഇത്ര സമയം പോയത്. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ എല്ലാവരും നമ്മളെ സെൻസസിന്റെ ഭാഗമാവുക, അതിനുള്ള ശ്രമങ്ങൾ നടത്തുക. ഓക്കെ, താങ്ക് യു.